മുഹറം മാസത്തിന് ഒരുപാട് പവിത്രതകൾ മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു. അതിൽ അതിപ്രധാനമായിട്ടുള്ള വലിയ പവിത്രത അടങ്ങിയിട്ടുള്ളത് മുഹറം 10-ലാണ്. മുഹറം 10-ന് അനേകായിരം പവിത്രതകൾ, അത്ഭുത സംഭവങ്ങൾ, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തക്ക വിധം മഹത്വങ്ങൾ അടങ്ങിയ ഒരു ദിവസമാണ് മുഹറം 10 എന്നത്. അതുകൊണ്ടാണ് ആ ദിവസം പോലും നോമ്പ് സുന്നത്താണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലും വൈദ് ഫറദ്നാ ബികുമുൽ ബഹറ ഫഅൻജൈനാകും വഅഗ്റഖനാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ. സൂറത്തുൽ ബഖറയിലെ 50-ാമത്തെ ആയത്ത്. വൈദ് ഫറദ്നാ ബികുമുൽ ബഹറ, നാം പിളർത്തി തന്നില്ലയോ ബികുമുൽ ബഹറ, കടലിനെ നാം പിളർത്തി തന്നില്ലയോ നിങ്ങൾക്ക് വേണ്ടി. ഫഅൻജൈനാകും, എന്നിട്ട് നിങ്ങളെ നാം സംരക്ഷിച്ചു, നിങ്ങളെ ഞാൻ വിജയിപ്പിച്ചു. വഅഗ്റഖനാ ആല ഫിർഔന, ഫറോവയുടെ ആളുകളെ നമ്മൾ അവിടെ വെച്ച് തോൽപ്പിക്കുകയും ആ വെള്ളപ്പൊക്കത്തിൽ അല്ലെങ്കിൽ ആ കടലിൽ ആഴ്ത്തുകയും കൊലപ്പെടുത്തുകയും നമ്മൾ ചെയ്തില്ലയോ. വഅൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കി നിൽക്കവേ നമ്മൾ ഇത് ചെയ്തു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം 16 ലക്ഷം ആളുകളെ കൊണ്ട് ആ പിളർന്ന കടലിന്റെ നടുവിലൂടെ നടന്നു പോകുമ്പോ 6 ലക്ഷം ആളുകളെയാണ്, ഫറോവയുടെ 6 ലക്ഷം ആളുകളെയാണ് അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു മുക്കി കൊലപ്പെടുത്തുന്നത്. ഇത് മുഹറം 10-ലാണ്. ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസീറ. പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു സൂറത്തിൽ കാണാൻ കഴിയും, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസീറ. ഞാൻ തരുന്ന ഈ കുപ്പായത്തെ എന്റെ പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിട്ട് അലാ വജ്ഹി അബീ, എന്റെ ഉപ്പയോട് പറയണം അവരുടെ മുഖത്തേക്ക്, ഫഅൽഖൂഹു അലാ വജ്ഹി അബീ, ആ മുഖത്തേക്ക് ഈ കുപ്പായത്തെ ഇടാൻ വേണ്ടി പറയണം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ യഅതി ബസീറ, കാഴ്ച ശക്തി ലഭിക്കുമെന്ന് എന്റെ പിതാവിനോട് പറയണമെന്ന് പറഞ്ഞ് ഒരാൾ ഏൽപ്പിക്കുകയാണ്. ഫലമ്മാ അൻജാ അൽ ബശീർ അൽഖാഹു അലാ വജ്ഹിഹി ഫർതദ ബസീറ. ആ സൂറത്തിൽ തന്നെ 2-3 ആയത്തുകൾക്ക് ശേഷം ആ ചരിത്രത്തെ വിശദീകരിക്കുന്നതിന്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും, ഫലമ്മാ അൻജാ അൽ ബശീർ അൽഖാഹു അലാ വജ്ഹിഹി, ആ ഏൽപ്പിച്ച മനുഷ്യൻ ആ കുപ്പായവുമായിട്ട് അലാ വജ്ഹി അൽഖാ അലാ വജ്ഹി അൽഖാഹു അലാ വജ്ഹിഹി, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമായ യൂസുഫ് നബിയുടെ പിതാവിന്റെ മുഖത്തേക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. ഫർതദ ബസീറ, പരിശുദ്ധ ഖുർആൻ പറയാണ് ഫർതദ ബസീറ. 40 കൊല്ലത്തോളം കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഫർതദ ബസീറ, ആ കാഴ്ച ശക്തിയെ തിരിച്ചു ലഭിച്ചതും ഈ മുഹറം 10-ലാണ്. ഖാലൂ ഹരിഖൂഹു വൻസുറൂ ആലിഹതകും ഇൻ കുൻതും ഫാഇലിൻ. മറ്റൊരു വചനത്തിൽ കാണാൻ കഴിയും, ഖാലൂ ഹരിഖൂഹു വൻസുറൂ ആലിഹതകും ഇൻ കുൻതും ഫാഇലിൻ. ആ ഇബ്രാഹീമിനെ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് ഇട് എന്ന് നമ്രൂദ് കൽപ്പിക്കുമ്പോ അവിടെ ആളുകളെല്ലാം ഖാലൂ ഹരിഖൂഹു, ആ തീക്കുണ്ടാരത്തിലേക്ക് ഇട്ട് നശിപ്പിക്കാൻ വേണ്ടി, കത്തിക്കരിപ്പിക്കാൻ വേണ്ടി, ഹരിഖൂഹു എന്ന് പറഞ്ഞാൽ കരിച്ചു കളയാൻ വേണ്ടി ഉത്തരവിറക്കിയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് ഇട്. ആ സമയത്ത് അല്ലാഹു പറയുന്നത്, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ആ തീയിൽ, തീക്കുണ്ടാരത്തിൽ ചൂടിന് പകരം തണുപ്പ് കൊടുത്ത്, തണല് കൊടുത്ത് അല്ലാഹു സംരക്ഷിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംരക്ഷിച്ചതും ഈ മുഹറം 10-ലാണ്. وما قتلوه وما صلبوه ولكن شبه لهم وإن الذين اختلفوا فيه لفي شك منه ما لهم به من علم إلا اتباع الظن وما قتلوه يقينا بل رفعه الله إليه. മറ്റൊരു വചനത്തിൽ, മറ്റൊരു സൂക്തത്തിൽ, മറ്റൊരു ആയത്തിൽ ഇങ്ങനെയും കാണാം, وما قتلوه وما صلبوه ولكن شبه لهم وإن الذين اختلفوا فيه لفي شك منه. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയും, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വമാ ഖതലൂഹു വമാ
പറയുന്നത് പോലെ ആരും കൊന്നിട്ടില്ല. ആർക്കും ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവർ പറയുന്നത് പോലെ ഈസാ നബിയെ ഒരു കാരണവശാലും കുരിശിലേറ്റിയിട്ടുമില്ല. അത് വ്യാജമാണ്, അത് കള്ളമാണ്. ആയത്തിന്റെ അവസാനം ഇങ്ങനെ പറയുന്നു, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരിക്കലും കൊലപ്പെടുത്തിയിട്ടില്ല, 100% ഉറപ്പാണ് എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ ശേഷം 1-2-3 ആയത്തുകൾക്ക് ശേഷം കാണാം. പിന്നെ എന്താണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചെയ്തത്? ബർറഫഅല്ലാഹു ഇലൈഹി, ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്തത്. ഈ ചെയ്തത് മുഹറം 10-ലാണ്. ഖൽശഫാനി റബ്ബി, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അതിയായ രോഗത്തിന്റെ പ്രതിസന്ധി ഉണ്ടായപ്പോ, വലിയ പ്രതിസന്ധി നേരിട്ടപ്പോ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖൽശഫാനി റബ്ബി, എനിക്ക് ശിഫ നൽകപ്പെട്ടു അല്ലാഹു. ഈ ശിഫ നൽകിയതും മുഹറം 10-ലാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബയെ സ്വീകരിക്കപ്പെട്ടത് മുഹറം 10-ലാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് നൽകപ്പെട്ടത് മുഹറം 10-ലാണ്. ആകാശത്തെ, ഭൂമിയെ, അർശിനെ, കുർസിനെ, ലൗഹിനെ, കലമിനെ, ലൗഹുൽ മഹ്ഫൂദിനെ, സ്വർഗ്ഗത്തിനെ, നരകത്തിനെ ഒക്കെയും സൃഷ്ടിക്കപ്പെടാൻ കാരണമായ ഒരു ദിവസം മുഹറം 10-നാണെന്ന് പരിശുദ്ധ ഖുർആനിന്റെ തെളിവോടെ മഹാന്മാർ നിരത്തി തരികയാണ്. അതുകൊണ്ടാണ് ഈ മുഹറം 10-ന് വലിയ പവിത്രത നൽകപ്പെടുന്നത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മദീനത്തുൽ മുനവ്വറയിൽ പോയപ്പോ അവിടത്തെ ആളുകളൊക്കെ മുഹറം 10-ന് നോമ്പ് അനുഷ്ഠിക്കുന്നത് കണ്ടപ്പോ പരിശുദ്ധ റസൂൽ ചോദിച്ചു, എന്തിനാ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്? അവർ പറഞ്ഞു, ഇത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുത്തിയ ദിവസമാണ്, അതുകൊണ്ട് അവരോടുള്ള ഐക്യദാർഢ്യമാണ് നോമ്പ് എന്ന് പറയുമ്പോ അഷ്റഫുൽ ഖൽഖ് പറയാൻ, അടുത്ത ഒരു വർഷം മുഹറത്തിൽ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9ാമത്തെ നോമ്പും മുഹറം 9ഉം 10ഉം ഞാൻ അനുഷ്ഠിക്കും, നമ്മൾ അനുഷ്ഠിക്കണം. കാരണം മൂസാ നബിയോട് ഇവരെക്കാൾ കൂടുതൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് നമ്മളാണെന്ന് പറയുന്ന പരിശുദ്ധ റസൂലിന്റെ വചനങ്ങൾ ഉണ്ടായിരിക്കെ വെല്ലിപ്പയും മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പനുഷ്ഠിച്ച് പച്ചമണ്ണിനോട് ചേർന്ന് അതിന്റെ പുണ്യങ്ങൾ അയവറക്കുന്നുണ്ടാകുന്ന സമയത്ത് ഇന്നത്തെ പേരക്കിടാങ്ങൾ, പേരക്കുട്ടികൾ മുഹറം 10-ന് നോമ്പുണ്ടോന്നും മുഹറം 10-ന്റെയും 9-ന്റെയും നോമ്പെന്തിനു നോക്കണമെന്നും വെറുതെ ആവശ്യമില്ലാതെ തർക്ക വിഷയങ്ങളിലേക്ക് പേരക്കിടാങ്ങൾ കടക്കുന്നവരെയാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ചരിത്രങ്ങളെ അവർക്ക് മുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയകൾക്കിടയിലൂടെ, നാടിന്റെ നഗരവീഥികളിലൂടെ, കുഗ്രാമങ്ങളിലെ, പള്ളികളിലെ ചില പ്രസംഗങ്ങളിലേക്ക് ആകൃഷ്ടരാവരുത്. നോമ്പ് നോൽക്കണം, നോമ്പ് സുന്നത്താണ്, പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചതാണ്, സഹീഹ് മുസ്ലിം പോലും ഇതിന് സാക്ഷിയാണ്. പിന്നെന്തിനാണ് തർക്കം? ചില ആളുകൾ, ചില മനുഷ്യർക്കിടയിലേക്ക് ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഇട്ടുകൊടുക്കുന്ന കാലത്ത് ഇതിന്റെ പവിത്രതകളെ, നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന ഈ പവിത്രതകളെ നമ്മൾ മാറ്റിക്കളയരുതെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അവിടെയാണ് പരിശുദ്ധ റസൂൽ മുഹറം 10-ന്റെ ഇത്രമേൽ പവിത്രത പഠിപ്പിക്കുന്നവനെയാണ് പറഞ്ഞത്, ഒരാൾ മൻ വസ്സ അലാ ഇയാലിഹി യൗമ ആശൂറ വസഅല്ലാഹു അലൈഹി സാഇറ സനതി. പരിശുദ്ധ റസൂൽ പറയാൻ, ഒരാൾ മുഹറം 10-ന്റെ ദിവസം, ആശൂറായിന്റെ ദിവസം തന്റെ കുടുംബത്തിനെ, തന്റെ അയൽപക്കത്തെ, തന്റെ നാട്ടുകാരെ, തനിക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ അവരുടെ ഭക്ഷണത്തിൽ, അവരുടെ സമ്പത്തിൽ, അവരുടെ പ്രതിസന്ധിയിൽ, അവരുടെ സങ്കടങ്ങളിൽ, അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരെ കൂടെ ഒന്ന് ആശൂറായിന്റെ ദിവസം നിങ്ങളൊന്ന് അവരെ ചേർത്ത് പിടിച്ചാൽ, വിശാലത ചെയ്തു കൊടുത്താൽ, വസഅല്ലാഹു അലൈഹി സാഇറ സനതി, ആ വർഷം മുഴുവനും ഈ മനുഷ്യന്റെ ഭക്ഷണത്തിലും മറ്റുള്ള വിഷയങ്ങളിലും അല്ലാഹു വിശാലത ചെയ്തു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മുഹറം 10-നെ കുറിച്ച്, അതിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം 10-നെ ആ രീതിയിൽ
നമ്മളാക്കിയെടുക്കുവാനും പരമാവധി അതിൽ ഇബാദത്ത് ചെയ്യുവാനും മറ്റുള്ളവരുടെ വാക്കുകൾ ഇടം പിടിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമില്ലാതെയാക്കാനും ഈ വരുന്ന ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഈ മുഹറത്തിന്റെ സുന്നത്ത് നോമ്പ് നോൽക്കുകയും അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഖദായി പോയിട്ടുണ്ടെങ്കിൽ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നോമ്പിനെ അനുഷ്ഠിക്കുകയും മുഹറത്തെ ബഹുമാനിക്കുകയും ചെയ്യണം. അല്ലാതെ ചില ആചാരങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ചില അഹ്ലുകാരിൽ തന്നെ പൊതുജനങ്ങൾക്കിടയിൽ തന്നെ മുഹറം ഒന്നിനും പറ്റാത്ത ചില മാസങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ചില കാലക്രമേണ പാരമ്പര്യമായി നടന്നു വന്ന ചില ആചാരങ്ങൾ കടിമപ്പെട്ടു പോകുന്ന മനുഷ്യകുലത്തിനോട് പോലും പറയാനുള്ളത്, മുഹറമിന്റെ പവിത്രത ആലോചിച്ചിട്ടാണെങ്കിൽ, നോമ്പ് നോറ്റവനെ എങ്ങനെ ക്ഷണിക്കും എന്നത് ആലോചിച്ചിട്ടാണെങ്കിൽ നമ്മൾ ശ്ലാഘനീയമാണ്, സ്വാഗതാർഹനീയമാണ്. അതിനെ കൃത്യമായി നമ്മൾ സ്വീകരിക്കുന്നു. ഈ ദിവസം മോശമാണെന്ന് കരുതി ഏതെങ്കിലും നല്ല കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വെറുതെയാണ്, അത് വിഡ്ഢിത്തമാണ്, പരമവിഡ്ഢിത്തമാണ് എന്ന് നമ്മൾ ഓർക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.